അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. വ്യാഴാഴ്ച രാവിലെ 2 കാറുകളും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിൽ റോഡ് വീതി കൂട്ടി വികസിപ്പിച്ചതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമാകുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം റോഡുകൾ സംഗമിക്കുന്നത് സൂചിപ്പിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകളും മറ്റു സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. നിത്യേനോണം ധാരാളം അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇവിടെ ധാരാളം അപകടങ്ങൾ നടക്കുന്നതുകൊണ്ട് ഒരുപാട് മനുഷ്യജീവികൾക്ക് ഭീഷണിയാണ്. ആയതിനാൽ വേണ്ടത്ര സംവിധാനങ്ങളായ സിഗ്നല്. ഇന്ന് രാവിലെ 7:30ഓടെയാണ് വീണ്ടും അപകടമുണ്ടായത്. 2 കാറുകളും ഒരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാനപാതയായ വടക്കാഞ്ചേരി കുന്നംകുളം റോഡും കോഴിക്കോട് എറണാകുളം ബൈപ്പാസ് റോഡായ അക്കിക്കാവ് കേച്ചേരി റോഡുമാണ് പന്നിത്തടം സെന്ററിലൂടെ കടന്നുപോകുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. വണ്ടികളുടെ സ്പീഡ് കാരണം വലിയ ആക്സിഡന്റ് ഉണ്ടായ അവരുടെ മേൽക്കാണ് വരിക. അതുകൊണ്ട് അവർക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാക്കിലേക്ക് ഇരുന്നതാണ്. അത്രയും സ്പീഡിലാണ് വണ്ടികൾ വരുന്നത്. അത് മാത്രമല്ല 4 ഭാഗത്ത് വരുന്ന ആളുകളും മെയിൻ റോഡുകളാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അവർ വരുന്നത്. ഒന്ന് സ്ലോവിൽ വരിക, അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. അതിന് വേണ്ട സുരക്ഷ ഒരുക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ വേണ്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എത്രയും വേഗം റോഡുകൾ വീതി കൂട്ടി യാത്രാ സൗകര്യം വർദ്ധിച്ചതിനാലും റോഡുകളുടെ സംഗമം അറിയാത്തതിനാലും 4 ഭാഗത്തു നിന്നും അതിവേഗതയിലാണ് വാഹനങ്ങൾ പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിക്കുന്നത്. എപ്പോഴും ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അധികൃതരാണ് ഇതിനെ ഒരു കണ്ണു തുറക്കുള്ള കാരണം. സ്ട്രീറ്റ് ലൈറ്റ്, സിഗ്നൽ ലൈറ്റ് ഇല്ല. അതുപോലെ തന്നെ ട്രാഫിക് ആകെ ബ്ലോക്കായിട്ട് വരികയാണ്. ജംഗ്ഷൻ ട്രാഫിക് ബ്ലോക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികൾക്ക്, പാസഞ്ചേഴ്സിന്, അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കൊന്നും തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള. ഇതിനെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തങ്ങൾ ഒഴിവാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ വാഹനം തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളും സ്പീഡ് ബ്രേക്കറും സ്ഥാപിക്കണമെന്ന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും പൊതുപ്രവർത്തകരും പൊതുമരാമത്ത് വകുപ്പിനോടും നിർമ്മാണ ചുമതലയുള്ള കിഫ്ബിയോടും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ ഇത് ചെവിക്കൊള്ളുന്നില്ല. 2 കാറുകളും ആകെ തർപ്പണമായി. ഇത് ദിവസം ഇത് തന്നെയാണ് പന്നിത്തടം മേഖലയിലെ സ്ഥിതി. അതുകൊണ്ട് ബന്ധപ്പെട്ടവര് ഇതിനു വേണ്ടി ഉടനടി ഒരു നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ സെന്ററിൽ വാഹനങ്ങളുടെ അമിതവേഗം സെന്ററിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന നാട്ടുകാർക്കും വ്യാപാരികൾക്കും സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഉടൻ തന്നെ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും അറിയിച്ചു.